ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഗായ്സ്, ഞാൻ ഡ്യൂട്ടിക്ക് പോകട്ടോ. സെയിം മാറ്റമൊന്നുമില്ല. നേരെ പോവുക, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക, ബസ് കയറുക, പോവുക. ഓക്കെ. മതിലിലൂടെയാണ് ഞാൻ നടന്നത്. പോളിഷ് ചെയ്ത ഷൂ എല്ലാം പൊച്ചു. ഇതാണ് ഇന്നത്തെ എൻ്റെ ലുക്ക്. അപ്പോൾ എൻ്റെ അബീബിയാളെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സാളെ, എന്താണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സ്വന്തം ഫോട്ടോ കണ്ട് സ്വന്തം കണ്ണ് തന്നുന്ന വിഷ്ണുരാജ്. അപ്പോൾ ഗൈസ്, ഞാൻ ബസ്സിൽ കയറി ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നലെ രാത്രി മര്യാദക്ക് ഉറങ്ങാത്തതുകൊണ്ട് ഇന്ന് ബസ്സിൽ നിന്ന് നല്ല ഉറക്കം കിട്ടി. ഫൈനലി ഗൈസ്, ഐ എം ഓൾമോസ്റ്റ് ഹിയർ. ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. ഈ JCAക്ക് ആകെ 44 ദിവസം കൂടി ഉള്ളതെന്ന് സിസ്റ്റം വീണ്ടും എന്നെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഓഫീസിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവില്ല. ഇതുപോലെ മൂളിപ്പാട്ടും പാടി വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഓഫീസിൽ? അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ പ്രഭാകരേട്ടൻ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന്. ഇത്രയും പെട്ടികളുണ്ടോ? എന്താ മിച്ചർ, സന്ധി, എന്താ സന്ധി സ്വീറ്റ്സ്, ലഡു. അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി? എവിടെ? ഓ, ഇതെല്ലാം തുറന്നേ. എന്തൊക്കെയാ നോക്കട്ടെ. ചേച്ചി തന്നെ തുറന്നു. ഓ, വേറെ ലഡു. ഇത് കോളി. ഇതൊക്കെ എന്ത് തുറക്ക്? ഇതൊക്കെ എന്താ തുറക്കാണ് രൂപ? രണ്ടും സെയിം ജിലേബി. മധുരം കഴിച്ച മസ്താനിയാവും ഞാൻ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാഴ്സൽ കൊട്ടിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവൻ്റെ ഇതൊക്കെ തിന്നോന്ന്. കണ്ട, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. മധുരം തലക്ക് പിടിച്ചാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നല്ല കേറ്റല. ചോറ് കഴിക്കാൻ 1 മണി കൂടുന്നവനാ. 2:30 ആയിട്ടും ചോറ് കഴിച്ചിട്ടില്ല. ചോറിന് പകരം മിച്ചർ മൊത്തം എടുത്ത് വാരി പൊത്തായിരുന്നവൻ. ഞാനൊരു അൽവ പീസ്, ലഡു, ജിലേബി. ഇതാണ് ചോറുണ്ടാക്കാൻ മടിച്ചാലും ചോറ് ഓർഡർ ചെയ്യാൻ മറന്നാലുള്ള അവസ്ഥ. ഉപ്പുമാവൊക്കെ തിന്നേണ്ടി വരും. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനിതാ റൂമിലേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ കയറണം, ബസ്സിൽ കയറണം, എല്ലാത്തിലും കയറിയിട്ട് വേണം എത്താൻ ഇൻഷാ അല്ലാഹ്. സോ ഗൈസ്, ബസ്സിൽ കയറി ഞാൻ പോയിക്കൊണ്ടിരിക്കട്ടോ. അബുദാബി എത്താനായി. സോ ഗൈസ്, ഞാൻ ബസ് ഇറങ്ങി. ഞാനിതാണ് ഇനി ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഫുഡ് മേടിച്ചിട്ട് വരാം. ഓക്കെ. സോ ഗൈസ്, എൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് എൻ്റെ ഡിന്നർ ഞാനിതാ എൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തണം. പിന്നെ നേരെ ജിമ്മിന് പോകണം, ഫുഡ് കഴിക്കണം. എൻ്റെ ചെറിയ പരിപാടി ഉണ്ട്, പറഞ്ഞുതരാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. നേരെ ഡിന്നർ കഴിക്കുക. ഞാനിപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. പിന്നെ കുക്ക് ചെയ്തിട്ടില്ല. കുക്ക് നാളെ രാവിലെ എണീറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കണം. രാവിലെ എണീക്കാൻ എങ്ങനെ ഇനി പറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ് രാവിലെ തന്നെ ആക്കി. അറിയില്ല നടക്കുമെന്ന്. രാവിലെ അടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. നാളെ വരാം, നാളത്തെ പരിപാടിയായിട്ട്. ഓക്കെ.